സിനിമയിൽ അരനൂറ്റാണ്ടിന്റെ തിളക്കത്തിൽ മലയാളികളുടെ സ്വന്തം ബാലചന്ദ്ര മേനോൻ കുടുംബ ചിത്രങ്ങളിലൂടെ ഒരു കാലത്ത് മലയാളികളെ ആവോളം ആസ്വദിപ്പിച്ച ഓൾറൗണ്ടറായിരുന്നു ബാലചന്ദ്ര മേനോൻ. റോസ്തി ഫാമിലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 50 ആണ്ട് പൂർത്തിയാക്കിയ ആഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ നടന്നു. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം, ഗാനരചന, സംഗീത സംവിധാനം, പിന്നണി ഗായകൻ തുടങ്ങി എല്ലാ മേഖലയിലും കൈവച്ച മലയാള സിനിമയുടെ സകല കലാവല്ലഭൻ 50 ആണ്ടിന്റെ തിളക്കത്തിൽ. മലയാളത്തിന്റെ അതുല്യ നടൻ ജഗതി ശ്രീകുമാറിൽ നിന്ന് ബാലചന്ദ്ര മേനോൻ ആദരവേറ്റുവാങ്ങി. ബാലചന്ദ്ര മേനോന് അരനൂറ്റാണ്ടിന്റെ സിനിമാ ജീവിതം പിന്നിലേക്ക് ചലിച്ചു തുടങ്ങി. വേദിയിൽ ഫ്ലാഷ് ബാക്കുകളുടെ തിരയിളക്കം. കലാലയ കാലം മുതൽ ജഗതി ശ്രീകുമാറുമായുള്ള സൗഹൃദം ബാലചന്ദ്ര മേനോൻ ഓർത്തെടുത്തു. എൻ്റെ ആദ്യ സംരംഭമായ ഒരു കൊളാബറേഷൻ വിത്ത് ജഗതി അണിയാത്ത വളകൾ എന്ന ചിത്രത്തിൽ ജഗതിക്ക് ഞാൻ നല്ലൊരു വേഷമാണ് കൊടുത്തത്. വേഷം മാത്രമല്ല, അതിൻ്റെ കൂടെ യേശുദാസിൻ്റെ ശബ്ദവും ഞാൻ കൊടുത്തു. യേശുദാസിൻ്റെ ശബ്ദത്തിൽ ജഗതി ഒരുപക്ഷെ ആദ്യമായിട്ട് അഭിനയിച്ചത് ആ ചിത്രത്തിലാണ്. ഒരു ദീർഘനിശ്വാസം ഇടവേളയാക്കുവാൻ ഇടവന്ന കോലങ്ങൾ നമ്മൾ. ഇത് ജീവിതം, മണ്ണിലിതു ജീവിതം. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത അമ്മയാണ് സത്യം എന്ന സിനിമയിൽ നായകനായ കഥ രസകരമായി പങ്കുവെച്ചു മുകേഷ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബൈ ദ വേ, യു ആർ ദ ഹീറോ ഇൻ ദിസ് ഫിലിം? ഞാൻ പറഞ്ഞു, യെസ്. ബാലചന്ദ്ര മേനോൻ ഈസ് ആക്ടിങ് ഇൻ ദിസ് ഫിലിം? ഞാൻ പറഞ്ഞു, ഐ തിങ്ക് ഹീസ് ഹാവിങ് എ സ്മോൾ റോൾ, ഐ തിങ്ക്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ബി വെരി കെയർഫുൾ, ഫൈനലി ഹി വിൽ ബി ദ ഹീറോ. സ്പെയിൻകാരുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഇതല്ല, കഥ എനിക്ക് മുഴുക്കറിയാം, ഞാൻ തന്നെയാണ് ഹീറോ. അപ്പം ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിച്ചതും മേനോനാണ്. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു അങ്കലാപ്പ് ഒരു സ്പെയിൻകാരനെ തലയിൽ ഇട്ടിട്ട് ചോദിച്ച് മനസ്സിലാക്കിയല്ലേ? ഞാൻ പറഞ്ഞല്ല, സ്പെയിൻകാരൊക്കെ നമ്മുടെ പടം കാണുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. സുഹൃത്തുക്കളും സിനിമാ നാടക ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി ഒപ്പമുണ്ടായിരുന്നവരും റോസ്തി ഫാമിലി ക്ലബിലെ കലാകാരന്മാരും ചേർന്നാണ് ബാലചന്ദ്ര മേനോന്റെ സിനിമയിലെ 50-ാം വർഷം ആഘോഷമാക്കിയത്. തിരുവനന്തപുരം. എന്തായാലും ഒരുപാട് മേഖലകൾ കൈവെക്കാൻ ബാലചന്ദ്ര മേനോന് കഴിഞ്ഞു. കുറേ കൊല്ലം മുമ്പാണ് കൊല്ലം ആശ്രമ മൈതാനിയിൽ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്നവരെല്ലാം കൂടി ഇന്ദിരാഗാന്ധി വരുന്നത് കാണാൻ പോയപ്പോൾ തൊട്ട് ബാക്കിൽ നിന്ന് ഒരു മനുഷ്യൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കണ്ണു മൂക്കൂലാതെ ഇംഗ്ലീഷ് പറയും. ഇവൻ ആരാടാ ഇവൻ ഇത്രയധികം ഇംഗ്ലീഷ് പറയാൻ എന്നൊക്കെ ഞങ്ങൾ പരസ്പരം പറഞ്ഞു ചിരിച്ചു. പിൽക്കാലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു അത് ബാലചന്ദ്ര മേനോൻ ആയിരുന്നു എന്ന്. അങ്ങനെ ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ കൊല്ലത്തും നാനാ സിനിമാ വാരിയുടെ ലേഖകനായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞാണ് അദ്ദേഹം സിനിമാ സംവിധായകൻ്റെ കുപ്പായം അണിഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് തമാശയായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. മധുസാറിൻ്റെ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് മധുസാറ് പറഞ്ഞു, മേനോൻ ഇത് ലുക്ക് തെറ്റാണ് എന്ന് പറഞ്ഞു. റൈറ്റ് ലുക്ക് അല്ലേ, ലെഫ്റ്റ് ലുക്ക് അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടത് ആ തെറ്റായ ലുക്കാണ് സാർ, എൻ്റെ കഥ എങ്ങനെയാണ് വികസിക്കുന്നത് എന്ന് പറയാൻ മധുസാറിനോട് പറയാൻ ധൈര്യം കാണിച്ചവനാണ് ബാലചന്ദ്ര മേനോൻ എന്നൊക്കെ പറയുന്നൊരു കഥ തിരുവനന്തപുരത്തുണ്ട്. എത്രമാത്രം സത്യമാണെന്നറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരുപാട് മേഖലകൾ കൈവെക്കാൻ അവസരം കിട്ടിയും 10-30-ലധികം കുടുംബ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളാക്കുകയും ചെയ്ത പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ 50 വർഷം ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് എൻ്റെ എല്ലാ ആശംസകളും, 24-ന്റെ ആശംസകളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.